നമസ്കാരം. വിഷ്ണു ഭഗവാന്റെ പാദസ്പർശനമേറ്റ വിദ്യയുടെയും വിനയത്തിൻ്റെയും നക്ഷത്രമായ തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 മേട വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള 12 മലയാള മാസക്കാലം എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെയായിരിക്കും, അവർ എന്തെല്ലാം നേടും, എന്തൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സാമ്പത്തികം, ജോലി, വിവാഹം, വീട്, വാഹനം തുടങ്ങി എല്ലാ മേഖലകളെക്കുറിച്ചും വിശദമായാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ചന്ദ്രൻ നക്ഷത്രാധിപനായ ഈ നക്ഷത്രക്കാർ പൊതുവെ ശാന്തരും വിനയമുള്ളവരുമായിരിക്കും. മറ്റുള്ളവർക്ക് ഉപദേശം നൽകുവാനും സഹായിക്കാനും ഇവർക്ക് പ്രത്യേക താല്പര്യമുള്ളവരാണ്. ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഇവർ ജീവിതത്തിൽ വ്യക്തമായ പ്ലാനിംഗ് ഉള്ളവരാണ്. എന്നാൽ ചില സമയങ്ങളിൽ അനാവശ്യമായി ആകുലപ്പെടുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. പക്ഷേ ആ ആകുല ചിന്തകളെല്ലാം മാറ്റിവെച്ച് വീണ്ടും പ്രവർത്തന നിരതരായി മുന്നോട്ടു പോകുവാനുള്ള ആർജവം കാണിക്കുന്ന നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർ. ഒറ്റയ്ക്ക് പൊരുതി നേടി വരുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഏത് പ്രതിസന്ധിയായാലും താൽക്കാലികമായ ഒരു തളർച്ച ഇവർക്കുണ്ടാകുമെങ്കിലും ആ പ്രതിസന്ധിയെ പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്തി അതിനെ അതിജീവിച്ച് വിജയം നേടുവാനുള്ള പ്രത്യേക കഴിവ് തന്നെ ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഉണ്ട്. സാമ്പത്തികപരമായ ഒരു ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായും ആ ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും. ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം തിരുവോണം നക്ഷത്രക്കാർക്ക് വലിയ ഗുണാനുഭവങ്ങൾ കൂടി ഈ വിഷുവർഷത്തിൽ നൽകും. ഈ വർഷത്തെ പൊതുവായ ചില സൂചനകൾ ഇനി നോക്കാം. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുന്ന ഒരു വിഷുവർഷമാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി നിലനിന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ജൂണിന് ശേഷം തീർച്ചയായും പരിഹാരമുണ്ടാകും. സ്വന്തമായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഓഗസ്റ്റ്, ഒക്ടോബർ മാസം പുതിയ വാഹനം വാങ്ങുവാൻ ഇവർക്ക് യോഗമുണ്ട്. തടസ്സങ്ങൾ നീങ്ങി വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. മംഗളകർമ്മങ്ങൾക്കായി പണം ചിലവഴിക്കേണ്ടി വരും. ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഫലം ലഭിക്കും. വിദേശ പഠനത്തിനുള്ള തടസ്സങ്ങൾ മാറും. അങ്ങനെ മൊത്തത്തിൽ അനുകൂലകരമായ ഒരു വർഷം തന്നെയാണ് ഇത്. ജൂൺ മാസം വരെ അല്ലറ ചില്ലറ ചില തടസ്സങ്ങൾ വരുമെങ്കിലും അതിന് ക്ഷമയോടെ ബുദ്ധിപൂർവം നേരിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം, പിൻവാങ്ങരുത്. തീർച്ചയായും ജൂണിന് ശേഷം, അതായത് ജൂൺ 2 വ്യാഴമാറ്റത്തിന് ശേഷം സാമ്പത്തികപരമായും തൊഴിൽപരമായും ഒക്കെ ഇവർക്ക് വളരെ അനുകൂലമായ പല സാധ്യതകളും വഴി തുറക്കുന്നതാണ് ഈ വിഷുവർഷം. മേടമാസം നമുക്ക് ആദ്യം നോക്കാം. ഏപ്രിൽ മാസത്തിൻ്റെ പാതി മുതൽ മെയ് മാസത്തിൻ്റെ പാതി വരെയാണ് ഈ മേടമാസം. വർഷത്തിൻ്റെ തുടക്കത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. അതുകൊണ്ട് ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ചെലവുകൾ നിയന്ത്രിച്ച് പോകണം. വരവിനനുസരിച്ച് ചെലവ് ചെയ്യാൻ, കടം വാങ്ങുവാനോ കടം കൊടുക്കുകയോ ചെയ്യാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ജോലി സ്ഥലത്ത് സമ്മർദ്ദം കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. കൂടുതൽ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ ജോലി സമയത്തിന് ചെയ്ത് തീർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ജോലിഭാരമോ ഒക്കെ മേടമാസത്തിൽ അനുഭവപ്പെടും. സഹപ്രവർത്തകരുമായി സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ നോക്കുക. അപ്പോൾ ഒപ്പമുള്ളവരുടെ പിന്തുണയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മർദ്ദം, തൊഴിലിടത്തെ സമ്മർദ്ദം കുറച്ച് ഒഴിവാക്കുവാൻ കഴിയും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ശ്വസന സംബന്ധമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇടവ മാസത്തിൽ, അതായത് മെയ് മാസത്തിൻ്റെ പാതി മുതൽ ജൂൺ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയം ധനപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ആശ്വാസം ലഭിക്കുന്ന ഒരു മാസമാണ്. മേടമാസത്തേക്കാൾ കുറെ കൂടെ സാമ്പത്തിക നേട്ടം, സാമ്പത്തികപരമായ ഒരു വരവ് കുറച്ചുകൂടെ കൂടുതലായി ലഭിക്കുന്ന സമയമാണ്. പഴയ കടബാധ്യതകൾ, നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന കടബാധ്യതകൾ തീർക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ തെളിയും. തീർക്കുവാൻ സാധിക്കുകയില്ല, പക്ഷേ നിങ്ങൾക്കത് തുടങ്ങി വയ്ക്കുവാൻ ഇടവ മാസത്തിൽ കഴിയും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി നിങ്ങൾ കുറച്ച് സമയവും പണവും കണ്ടെത്തേണ്ടി വരും. പരീക്ഷകളിൽ മികച്ച വിജയമാണ് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് കൈവരിക്കുവാൻ കഴിയുന്നത്. മുൻ മാസത്തേക്കാൾ സാമ്പത്തികപരമായ കുറച്ച് ആശ്വാസവും അതനുസരിച്ചുള്ള ഒരു ഉന്നതിയുമൊക്കെ ഈ ഇടവമാസത്തിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ലഭിക്കും. ഇനി മിഥുന മാസമാണ്. ജൂൺ മാസത്തിൻ്റെ പാതി മുതൽ ജൂലൈ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മിഥുന മാസം. വ്യാഴമാറ്റം സംഭവിക്കുന്ന ഒരു അസുലഭ സമയമാണ് ഈ മിഥുന മാസം. ജൂൺ 2 വ്യാഴമാറ്റം സംഭവിക്കും. അതോടുകൂടി നിങ്ങളുടെ ഭാഗ്യകാലം തുടങ്ങുന്നു എന്ന് തന്നെ പറയാം. അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ധനപരമായി നല്ല ആശ്വാസവും നേട്ടവുമൊക്കെ ലഭിക്കും. മുടങ്ങിക്കിടന്ന ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഒക്കെ ലഭിക്കുവാനും സാധ്യതയുള്ള ഒരു സമയമാണ്.
നിങ്ങളുടെ കൈകളിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ടായിരുന്ന എന്നാൽ നാളിതുവരെ എത്താത്ത സാമ്പത്തികമെല്ലാം ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും. അവിവാഹിതർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർ ധൈര്യമായി മുന്നോട്ടിറങ്ങാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. കോടതികളിൽ എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായൊരു വിധിയും ഈ മിഥുനമാസത്തിൽ സംഭവിക്കും. ഇനി കർക്കിടക മാസമാണ്. ജൂലൈ മാസത്തിൻ്റെ പാതി മുതൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ പാതി വരെയാണ് കർക്കിടക മാസം. മാനസിക സന്തോഷവും കുടുംബസുഖവും വർദ്ധിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. നിങ്ങൾക്ക് കുടുംബപരമായ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും കാരണത്തിൽ സ്വരച്ചേർച്ച അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ കഴിയും. ബന്ധുജനങ്ങളുടെ പ്രീതി നിങ്ങൾക്കുണ്ടാവും. അവരുടെ സപ്പോർട്ട് പല കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന സമയമാണ്. പുതിയ വസ്തു വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ലോണിന് അപേക്ഷിക്കുന്നതിനോ ഒക്കെ മികച്ച സമയമാണ്. നിങ്ങൾക്കൊരു വീട് പുതുതായി പണിയണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ സമയത്ത് അതിന് തുടക്കം കുറിക്കാം. അത് വളരെ മനോഹരമായി പര്യവസാനിക്കും. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾക്ക് ഒരു വീട് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ കഴിയും. സാമ്പത്തികപരമായി സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതായത് ഒരു ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ കുറച്ച് സ്വർണം വാങ്ങുവാനോ ഒക്കെ സാധിക്കുന്ന സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും നിങ്ങളുടെ കർമ്മരംഗത്ത്. കാരണം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ, ഔദ്യോഗിക രംഗമായാലും അല്ലെങ്കിൽ നിങ്ങളുടെ സംരംഭങ്ങളായാലും ബിസിനസ്സായാലും അവിടെ പുതിയ സാധ്യതകൾ വഴി തുറക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയുകയും ചെയ്യുന്ന സമയമാണ്. ചിങ്ങമാസം നോക്കാം. ഇനി ഓഗസ്റ്റ് മാസത്തിൻ്റെ പാതി മുതൽ സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് ചിങ്ങമാസം. പുതിയ വാഹനം സ്വന്തമാക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലമാണിത്. ഈ സമയത്ത് നിങ്ങളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും. ആ വാഹനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ വലിയ നേട്ടമുണ്ടാകും, ഭാഗ്യം കൊണ്ടുവരും. വാഹന ഭാഗ്യം അല്ലെങ്കിൽ വാഹന യോഗം ഉള്ളൊരു മാസമാണ് ചിങ്ങമാസം. ആഗ്രഹിച്ച ഒരു മോഡൽ വാഹനം തന്നെ നിങ്ങൾക്ക് വാങ്ങുവാനും സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. വലിയ വലിയ കരാറുകളിൽ സൈൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. തൊഴിൽ മേഖല തീർച്ചയായും ഈ സമയത്ത് കൂടുതലായി അഭിവൃദ്ധിപ്പെടും. സാമൂഹ്യമായ അംഗീകാരവും പദവികളുമൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് കന്നിമാസം. സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി മുതൽ ഒക്ടോബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ്. ബിസിനസ്സിൽ നിന്ന് മികച്ച ലാഭവും ഈ സമയത്ത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് അർഹമായ പദവിയും അംഗീകാരവും യശസ്സും ഒക്കെ നിങ്ങളെ സർവ്വരാലും നിങ്ങൾ ആദരിക്കപ്പെടുന്ന ഒരു സമയമായിട്ട് ഈ കന്നിമാസത്തിനെ കാണാം. ഗൃഹപ്രവേശം പോലുള്ള മംഗളകർമ്മങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ്. അത് കൂടാതെ തന്നെ കുടുംബത്തിൽ പലതരത്തിലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുവാനോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ കുടുംബങ്ങളിലെ മംഗളകർമ്മങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം വഹിക്കുവാനോ ഉള്ള ഒരു ഭാഗ്യവും സന്തോഷവും ലഭിക്കും. ഇനി തുലാമാസം നോക്കാം. യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് തുലാമാസം. വിദേശത്ത് നിന്നോ ദൂരദേശത്ത് നിന്നോ ധനസഹായം നിങ്ങൾക്ക് ലഭിക്കും. ഒക്ടോബർ മാസത്തിൻ്റെ പാതി മുതൽ നവംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് തുലാമാസം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം, പങ്കാളിയുടെ പേരിൽ നേട്ടങ്ങൾ, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സൗഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. അത് കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ അല്ലെങ്കിൽ നേരത്തെ അവർ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നതോ ആയ ഒരു ധനം ഈ സമയത്ത് ഈ തുലാം മാസത്തിൽ കുടുംബത്തിലേക്ക് വരും. വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ കഠിനമായ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമാണ്. നവംബർ മാസത്തിൻ്റെ പാതി മുതൽ ഡിസംബർ മാസത്തിൻ്റെ പാതി വരെ ഉള്ള സമയമാണ് ഈ വൃശ്ചിക മാസം. ഔദ്യോഗികമായ ഉന്നതി അല്ലെങ്കിൽ ഉദ്യോഗ കയറ്റം, പ്രൊമോഷൻ, ശമ്പള വർധനവ് ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് നിങ്ങളൊരു പ്രൈവറ്റ് മേഖലയിലായാലും സംരംഭങ്ങൾ നടത്തുന്ന ബിസിനസ്, സ്വകാര്യമായ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെങ്കിലും നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് മുകളിലേക്കൊരു കയറ്റം ഉണ്ടാവും. അത് ബിസിനസ് വിപുലീകരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാവാം. രണ്ടായാലും ആ ഉന്നതി കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങളും സമയത്തുണ്ടാകും. ഇനി ധനുമാസം എങ്ങനെയാണ് എന്ന് നോക്കാം. ഡിസംബർ മാസത്തിൻ്റെ പാതി മുതൽ 2027 ജനുവരിയുടെ പാതി വരെയുള്ള സമയമാണ് ധനുമാസം.
ചെറിയ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ചെറിയ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടും. പക്ഷേ കുറച്ച് വൈകും എന്നല്ലാതെ അത് പൂർണ്ണമായി നിലച്ചു പോകില്ല. നിങ്ങൾ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുക, അത് സാധിച്ചെടുക്കാൻ കഴിയും. സാമ്പത്തികപരമായി ചെലവുകൾ കൂടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പണം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ജാഗ്രത വേണം. വരവുണ്ടാകും, എങ്കിലും നിങ്ങൾ പാഴ്ചെലവായി പണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരാവശ്യത്തിന് വിനിയോഗിക്കുന്ന പണം അത് തൽക്കാലത്തേക്ക് ഫ്രീസായി പോകുക. അതായത് നമുക്ക് ആ പണം ഡെഡ് മണിയായി നിൽക്കുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ വരും. അത് ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും കയ്യിലുള്ള പണം എടുത്ത് കൊടുക്കരുത്. കടം ആ സമയത്ത് ആർക്കും കൊടുക്കാതിരിക്കുവാനും ശ്രമിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആവശ്യ സമയത്ത് അത് തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന ഒരു സമയമാണ് ധനുമാസം. രേഖകളിൽ ഒപ്പിടുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണ്. ഏതെങ്കിലും എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണോ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കിയ ശേഷം മാത്രം സൈൻ ചെയ്യുക. മകരമാസത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. 2027 ജനുവരിയുടെ പാതി മുതൽ ഫെബ്രുവരി മാസത്തിൻ്റെ പാതി വരെയാണ് മകരമാസം വരുന്നത്. തിരുവോണം നക്ഷത്രക്കാരുടെ ജന്മരാശി ആയതിനാൽ ആത്മവിശ്വാസം ഇവർക്ക് വലുതായി വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എന്ത് കാര്യവും നേരിടാനുള്ള ഒരു ആത്മധൈര്യം ഈ സമയത്ത് ഇവർക്കുണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും നല്ല സമയമാണ്. നിങ്ങൾക്ക് ധൈര്യമായി ആ വഴിയിലേക്ക് ഇറങ്ങാം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം ഈ മകരമാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും അത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കുവാനും അതിൽ നിന്ന് നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി വിജയം നേടുവാനും സാധിക്കുന്ന സമയമാണ്. ദൂരയാത്രകൾ നടത്തുവാനും അത് ആസ്വദിക്കുവാനുമൊക്കെ അവസരം ലഭിക്കും. സാമ്പത്തിക നില വളരെ ഭദ്രമായിരിക്കുന്ന സമയം കൂടിയാണ് മകരമാസം. ഇനി കുംഭമാസം നോക്കാം. ഫെബ്രുവരി മാസത്തിൻ്റെ പാതി മുതൽ മാർച്ച് മാസത്തിൻ്റെ പാതി വരെയാണ് കുംഭമാസം. സംസാരത്തിൽ നിയന്ത്രണം വേണ്ട ഒരു മാസമാണിത്. നിങ്ങൾ അനാവശ്യമായ യാതൊരു തർക്കങ്ങളിലും ഇടപെടരുത്. നിങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ മൂലം അനാവശ്യമായ ശത്രുക്കൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ വളർച്ചയിൽ അസന്തുഷ്ടരായിരിക്കുന്ന ശത്രുക്കൾ തലപൊക്കുന്ന സമയം. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഇടപെടലുകളും ഒന്നും കൊണ്ട് കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുക. ശത്രുതയുള്ള ആൾക്കാരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവരുടെ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുവാനോ ഇറങ്ങുവാനോ ഈ കുംഭമാസത്തിൽ ശ്രമിക്കരുത്. അത് അവസാനം നിങ്ങൾക്ക് വലിയ പണിയായി മാറും. അത് തീർച്ചയായും ശ്രദ്ധിക്കണം. വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ യോഗമുള്ള ഒരു സമയമാണ്. ആരോഗ്യപരമായി കണ്ണുകൾക്കോ പല്ലുകൾക്കോ ഉള്ള അസ്വസ്ഥതകൾ ഈ സമയത്ത് നിങ്ങൾ അവഗണിക്കരുത്. അങ്ങനെയുള്ള അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മടിക്കരുത്. ഇനി മീനമാസമാണ്. വളരെ സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു സമയമായിരിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക്. ധനനേട്ടമുണ്ടാവും. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തുടങ്ങാൻ നിങ്ങൾക്ക് പണം ലഭിക്കും. നിങ്ങളുടെ കൈവശമുള്ള പണം നിങ്ങൾ ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. വരും കാലങ്ങളിൽ നിങ്ങൾക്ക് വരുമാനമുണ്ടാകുന്ന തരത്തിൽ അത് വസ്തുവകകളാകാം, സംരംഭങ്ങളാകാം, വാഹനങ്ങൾ, സ്വർണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫണ്ടുകൾ എന്തുമാകാം. പക്ഷേ നിങ്ങൾ ഭാവിയിലേക്ക് നിങ്ങൾക്ക് ധനവരവിന് വേണ്ടി ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന അതിന് യോഗമുള്ള സമയമാണ്. ആത്മീയ കാര്യങ്ങളിലും തീർത്ഥയാത്രകളിലുമൊക്കെ താല്പര്യം വർദ്ധിക്കുകയും മനസ്സമാധാനം ഒരുപാട് അനുഭവത്തിൽ വരികയും സന്തോഷവും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു മാസമാണ് മീനമാസം. നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പറയാം. 7.5 ശനിയുടെ ദോഷം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുകയോ ശനി ഗായത്രി ജപിക്കുകയോ ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. കൂടാതെ തിങ്കളാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക. വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഊർജം നൽകും. ഒരു പുത്തൻ ഉന്മേഷം, ഒരു നവജീവനൊക്കെ നൽകും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കുക. പാവപ്പെട്ടവർക്ക് വെളുത്ത നിറത്തിലുള്ള ആഹാരമോ വസ്ത്രമോ നൽകുന്നത് ഗുണകരമാണ്. പാവപ്പെട്ടവർക്ക് വെളുത്ത നിറത്തിലുള്ള ആഹാരമോ വസ്ത്രങ്ങളോ ദാനമായി നൽകുന്നത് നല്ലതാണ്. അത് കൂടാതെ തന്നെ നമ്മളാൽ കഴിയുന്ന സഹായം ഈ സമൂഹത്തിന് ചെയ്യുക. അത് മനുഷ്യനോ അല്ലെങ്കിൽ പക്ഷി മൃഗാദികൾക്കോ കുറച്ച് വെള്ളമെടുത്ത്, ഈ വേനലാണ്, കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വീടിന് സമീപത്ത് വെച്ചാൽ അത് ഏതെങ്കിലും ജീവജാലങ്ങൾ, ഏതെങ്കിലും പക്ഷിയോ മൃഗങ്ങളോ വന്ന് കുടിച്ചിട്ട് പോകും. അതൊരു പുണ്യമാണ്. കാക്കയ്ക്ക് ഒരു പിടി ചോറ് കൊടുക്കുക, ആഹാരം കൊടുക്കുക. അതുപോലെ നായകൾക്ക് ആഹാരം കൊടുക്കുക, അതിനെ സംരക്ഷിക്കുക. തെരുവ് നായകളാണെങ്കിലും അതിനെ ഉപദ്രവിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരമെങ്കിലും വാങ്ങിക്കൊടുക്കുക.
കാലദോഷം മാറിക്കിട്ടും. കാലഭൈരവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാലദോഷങ്ങൾ മാറിയാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഐശ്വര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. തടസ്സങ്ങൾ ഒരുപാട് ഒഴിഞ്ഞു പോകുന്ന ഒരു വലിയ സത്കർമ്മമാണ് അത്. അതുകൊണ്ട് ദാനധർമ്മങ്ങളിൽ ആഹാരമോ വസ്ത്രമോ മരുന്നോ ഒക്കെ ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ അതുമൊക്കെ ചെയ്യണം. നമ്മളെക്കാൾ താഴെയുള്ളവരെ, അതായത് സാമ്പത്തികമായോ ആരോഗ്യപരമായോ എന്ത് രീതിയിലായാലും ശരി, നമ്മളെക്കാൾ അശക്തരായവരെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്, അവരെ പുച്ഛിക്കരുത്, പരിഹസിക്കരുത്, ദ്രോഹിക്കരുത്. മറ്റുള്ളവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒന്നും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈവശമുള്ളതൊന്നും അനർഹമായ വഴികളിലൂടെ തട്ടിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. പാപങ്ങളും ദോഷങ്ങളും ഒന്നും ചെയ്യാതെ ഈശ്വര ചിന്തയോടുകൂടി സൽപ്രവർത്തിയോടുകൂടി നിർമ്മല ചിത്തനായി നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ടാകും. കൂടാതെ ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം, വ്യാഴഗ്രഹം നിങ്ങൾക്ക് ധനപരമായി ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു തരും. അങ്ങനെ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ വർഷം പോസിറ്റീവായ ഒട്ടനവധി മാറ്റങ്ങളുടെ ഒരു തുടക്കം തന്നെയാണ് എന്ന് ഉറപ്പ് പറയാം. അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ നക്ഷത്ര ഫലങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാകട്ടെ ഇത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.